ആണ്. നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് കുറച്ച് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് പരിചയപ്പെടാൻ പോണത്. ഓക്കെ, ഇംഗ്ലീഷിലെ ഓപ്പോസിറ്റ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എതിർപദങ്ങൾ എന്ന് പറയും അല്ലെ. അതായത് ഇവിടെ നോക്കിക്കേ, ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ എതിർപദം ഏതാണ്, ബാക്ക് ആയിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള കുറച്ച് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ മിസ്സിന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ക്യാൻ വി സ്റ്റാർട്ട്? ദ ഫസ്റ്റ് വേർഡ് നോക്കിക്കേ, ഡോട്ടർ. എന്താ മക്കളെ, ഡോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ മകൾ എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, മകൻ എന്നായിരിക്കും അല്ലെ. അപ്പൊ ഡോട്ടറിന്റെ ഓപ്പോസിറ്റ് എന്താണ്, സൺ ആണ്. സൺ ആൻഡ് ഡോട്ടർ എന്ന് നമ്മൾ പറയില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡോട്ടർ എന്ന് പറഞ്ഞാൽ മകൾ എന്നാണ്. അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, മകനായിരിക്കും. അതിന് നമ്മൾ എന്താ പറയുക, സൺ. SUN, സൺ എന്നാണ്, സൂര്യനാണ്. ഇവിടെ മകൻ എന്നുള്ള വേർഡിന്റെ സ്പെല്ലിംഗ് എന്താണ്, SON, സൺ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വേർഡ് നോക്കിക്കേ, ഹാപ്പി. ഇത് കണ്ടോ, നമ്മൾ ഭയങ്കര സന്തോഷമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഹാപ്പി. ഹാപ്പി എന്ന് പറയാം അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, സാഡ് ആയിരിക്കും, അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. അതിന് നമ്മൾ എന്താ പറയാ, SAD, സാഡ്. എന്താ പറയാ, SAD, സാഡ് ആണ്. അപ്പൊ ഹാപ്പിയുടെ ഓപ്പോസിറ്റ് എന്താണ്, സാഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ നെക്സ്റ്റ് വേർഡ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു വലിയ ആനക്കുട്ടനുണ്ട് അല്ലെ, ബിഗ് ആണ്. അപ്പൊ ഇതിനെന്താ പറയാ, വലുതിന് നമ്മള് ബിഗ് എന്ന് പറയും അല്ലെ. BIG, ബിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വലുത് എന്നാണ് അർത്ഥം. ഇവിടെ നോക്കി, ഒരു ചെറിയ ആനക്കുട്ടീനെ കണ്ടോ, അത് ചെറുതല്ലേ. അപ്പൊ ബിഗിന്റെ ഓപ്പോസിറ്റ് എന്താണ്, സ്മോൾ ആണ് അല്ലെ. അപ്പൊ സ്മോളിന് നമ്മൾ എന്താ, ബിഗിന്റെ ഓപ്പോസിറ്റ് എന്താണ്, സ്മോൾ ആണ്. SMELL, അതാണ് നമ്മൾ സ്മോൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ബിഗും സ്മോളും പഠിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഡോറ് ക്ലോസ് ആണ് അല്ലെ, ഡോർ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഡോർ തുറന്നിരിക്കുന്നതിനെ ആയിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം അല്ലെ. അപ്പൊ ക്ലോസിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ഓപ്പൺ ആണ്. ഓക്കെ, അപ്പൊ ക്ലോസ് എന്നുള്ളത് CLOSE, ക്ലോസ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ഓപ്പൺ. OPEN, ഓപ്പൺ ആയിരിക്കും ക്ലോസിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ക്ലോസും ഓപ്പോസിറ്റും നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് അടുത്തത് നോക്കിക്കേ, നല്ല ചൂട് ചായ അല്ലെ. ചൂടുള്ളതിനെ നമ്മൾ എന്താ പറയാ, ഹോട്ട് എന്നാണ് പറയാ. HOT, ഹോട്ട് എന്നാണ് നമ്മൾ പറയാ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ്, അതിന്റെ എതിർപ്പത് എന്തായിരിക്കും, നല്ല തണുത്തത് എന്നുള്ളതായിരിക്കും അല്ലെ. അപ്പൊ അതിന് എന്താ പറയാ, COLD, കോൾഡ് എന്നാണ്. COLD, കോൾഡ് എന്നാണ് പറയുക. അപ്പൊ ഹോട്ടിന്റെ ഓപ്പോസിറ്റ് എന്താണ്, കോൾഡ് ആണ്. അപ്പൊ ഹോട്ടും കോൾഡും നമ്മൾ പഠിച്ചു. ഇവിടെ നോക്കിയേ, മെലിഞ്ഞിരിക്കുന്ന ഒരാളെ നമുക്ക് എന്ത് പറയാം, തിന്നെന്ന് പറയാം. ഓക്കെ, മെലിഞ്ഞിരിക്കുന്ന ആളെ എന്താണ്, തിന്നെന്ന് പറയാം. കുറച്ച് ഗുണ്ടുമായിട്ടുള്ള മിസ്സിനെ പോലെയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മൾ കുറച്ച് ഫാറ്റ് എന്ന് പറയാം. അപ്പൊ തിന്നും അതുപോലെ തന്നെ എന്താണ്, ഫാറ്റും. തിന്നിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഫാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ഷോർട്ട്. പൊക്കം കുറഞ്ഞ ഒരാളെ നമുക്ക് എന്ത് പറയാം, പൊക്കം കുറഞ്ഞ ഒന്നിനെ നമുക്ക് ഷോർട്ട് എന്ന് പറയാം. അതിപ്പോ മനുഷ്യന്മാർ തന്നെ ആവണം എന്നില്ല അല്ലെ. ഇപ്പൊ ഒരു പ്ലാന്റ്, നല്ല ടോൾ പ്ലാന്റ്, പൊക്കം കൂടിയതിനെ ടോൾ പ്ലാന്റ് എന്ന് പറയാം, പൊക്കം കുറഞ്ഞതിനെ ഷോർട്ട് പ്ലാന്റ് എന്ന് പറയാം. അപ്പൊ പൊക്കം കുറഞ്ഞതിനെ നമ്മൾ എന്ത് പറഞ്ഞു, ഷോർട്ട് എന്ന് പറഞ്ഞു. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ടോൾ. നീളം കൂടിയതിനെയാണ് നമ്മൾ എന്ത് പറയാ, ടോൾ എന്ന് പറയാ. അപ്പൊ ഷോർട്ടിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ടോൾ ആണ് എന്ന് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നോക്കിക്കേ, ഓൾഡ്. പ്രായമായവരെ നമ്മൾ എന്ത് പറയും, ഓൾഡ് എന്ന് പറയും അല്ലെ. പ്രായമായ എന്തിനേയും നമ്മൾ ഓൾഡ് എന്ന് പറയും. OLD, ഓൾഡിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, അപ്പോ യങ് ആണ്. പ്രായം കുറഞ്ഞതിന് നമ്മൾ എന്ത് പറയും, യങ്. YOUNG, യങ് ആണ് ഓൾഡിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ നമ്മളിതാ അടിപൊളിയായിട്ട് കുറെ വേർഡ്സും അതിന്റെ ഓപ്പോസിറ്റ്സും പഠിച്ചു. അപ്പൊ മിസ്സിന്റെ കുട്ടികൾ നമ്മൾ ഇനി പഠിച്ച ഓപ്പോസിറ്റ്സ് ഒക്കെ വായിച്ച് പഠിക്കുക. ഇതേപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.